യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും ഞാൻ പറഞ്ഞത് വനവാസത്തിലായിരിക്കുന്ന പാണ്ഡവർ കാമ്യക വനത്തിലായിരിക്കുകയും അവിടെ അനേകം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും മഹാരാജാക്കന്മാരും പാണ്ഡവരെ വന്ന് കണ്ടുപോകുന്നതും അക്കൂട്ടത്തിൽ ദ്വാരകാപതിയും അവതാരപുരുഷനുമായ സാക്ഷാൽ കൃഷ്ണഭഗവാൻ അവിടെ എത്തുന്നതും പാഞ്ചാലിയുടെ സഹോദരനായ ദൃഷ്ടദ്യുമ്നൻ അവിടെ എത്തുന്നതും അവർ തമ്മിൽ വളരെയധികം കാര്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷം അവസാനം യാത്ര പറഞ്ഞ് സ്വരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃഷ്ണൻ സഹോദരിയായ സുഭദ്രയെയും അർജുനപുത്രൻ അഭിമന്യുവിനെയും കൂട്ടിപ്പോകുന്നതും പാഞ്ചാല യുവരാജാവ് ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും കൂട്ടി പാഞ്ചാലത്തേക്ക് പോകുന്നതുമായ ഭാഗങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. കാമ്യകവനം മനുഷ്യവാസത്തിന് വളരെയധികം യോഗ്യമല്ല എന്ന് ബോധ്യമായ പാണ്ഡവർ തുടർന്ന് അവിടെ നിന്ന് ദ്വൈതവനത്തിലേക്ക് മാറുകയും ദ്വൈതവനം എന്തുകൊണ്ടും മനുഷ്യവാസത്തിന് യോഗ്യമാണ് എന്ന് ബോധ്യമായ പാണ്ഡവർ അവിടെ ദീർഘനാൾ താമസിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ആശ്രമം പണി കഴിപ്പിക്കുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. പാണ്ഡവരോടൊപ്പം അനേകം ഋഷി ശ്രേഷ്ഠന്മാരും ബ്രാഹ്മണ പ്രമുഖരുമൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. വളരെ സന്തുഷ്ടമായ രീതിയിൽ ദ്വൈതവനത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിലാവുള്ള ഒരു രാത്രിയിൽ എല്ലാവരും അങ്ങനെ കൂടി ഇരിക്കുന്ന സമയത്ത് അനേകം ഋഷിശ്രേഷ്ഠന്മാർ ആരും രാജപ്രമുഖരും കാമ്യകവനത്തിൽ പാണ്ഡവരെ വന്ന് കണ്ടുകൊണ്ടിരുന്നത് പോലെ ദ്വൈതവനത്തിലും ഇവരെ കാണുന്നതിലേക്ക് വേണ്ടി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പലരും വന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ അതിശ്രേഷ്ഠനും പുരാണ മുനിയും യുഗയുഗാന്തരങ്ങളായി ഇവിടെ ജീവിച്ചു പോരുന്നവനുമായ ശ്രേഷ്ഠ ഋഷി മാർക്കണ്ഡേയ മുനി പാണ്ഡവരെ കാണുന്നതിലേക്ക് വേണ്ടി അവിടെ എത്തുകയും പാണ്ഡവരെ കണ്ട ഉടനെ തന്നെ, അതായത് യുധിഷ്ഠിരൻ അനേകം താപസികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് കടന്നു വന്ന മാർക്കണ്ഡേയ മുനിയോട് യുധിഷ്ഠിര മഹാരാജ് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ശ്രേഷ്ഠ ഋഷിവര്യ, എന്നെ കാണുന്നതിലേക്ക് വേണ്ടി ഈ വനത്തിലെത്തപ്പെടുന്ന സർവ മുനിവര്യന്മാരും രാജാക്കന്മാരും എല്ലാവരും എന്നെ കാണുമ്പോൾ വ്യസനിക്കുകയും സഹതപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങ് മാത്രം എന്നെ കണ്ട ഉടനെ ഈ വിധം സന്തോഷം കൊണ്ട് ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എന്നെ അറിയിച്ചാലും എന്ന്. മാർക്കണ്ഡേയ മുനി വീണ്ടും ചിരിച്ചതിന് ശേഷം യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ യുധിഷ്ഠിര, നിൻ്റെയും പാണ്ഡവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സന്തുഷ്ടനായി ചിരിച്ചതല്ല ഞാൻ. എന്നാൽ നിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പണ്ട്, അതായത് ത്രേതായുഗത്തിൽ അച്ഛൻ്റെ വാക്ക് അനുസരിക്കുന്നതിലേക്ക് വേണ്ടിയും ധർമ്മം നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയും രാജ്യം ഉപേക്ഷിച്ച് കാനനത്തിലെത്തിയ ശ്രീരാമചന്ദ്രനെ നേരിട്ട് കാണാനിടയായ ആ സന്ദർഭം ഓർമ്മ വന്നുപോയി. ഈ ഭൂമുഖത്ത് ധർമ്മം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി സഹോദരനെയും ഭാര്യയെയും കൂട്ടി കാനനത്തിൽ എത്തിയപ്പോൾ
മൂകാചലത്തിൽ വെച്ച് ഞാൻ ശ്രീരാമചന്ദ്രനെ കാണാനിടയായി. അങ്ങനെ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ കണ്ട ആ പ്രതീതി, ആ സന്ദർഭം ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. കാരണം നീയും ധർമ്മം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി പൗരുഷമുണ്ടായിരുന്നിട്ടും കഴിവുകളുണ്ടായിരുന്നിട്ടും നിന്നെക്കാൾ ശ്രേഷ്ഠമായ കഴിവുള്ള അനുജന്മാർ കൂടെ ഉണ്ടായിരുന്നിട്ടും അജ്ഞാനവർത്തികളായി ഉണ്ടായിരുന്നിട്ടും ധർമ്മം നിലനിർത്തുന്നതിലേക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കാനനത്തിലെത്തിയ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആ സന്ദർഭം ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. ഇനി ഞാൻ ഒരു കാര്യം നിനക്ക് ഉറപ്പു തരാം. എന്തായാലും ത്യാഗോജ്വലമായ ഈ കാനനവാസത്തിന് ശേഷം നിൻ്റെയും സഹോദരന്മാരെയും പ്രവർത്തന ഫലമായി തന്നെ ഈ രാജ്യം നീ തിരിച്ചു പിടിക്കുകയും ദീർഘനാളെ രാജ്യത്തെ രാജാവായി നീ വാഴുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നതിന് ശേഷം ഞാനിതാ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് സത്യയുഗം മുതൽ ആ ദ്വാപരയുഗം വരെയും നിലനിൽക്കുന്ന ശ്രേഷ്ഠ ഋഷി മാർക്കണ്ഡേയൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയി. ശേഷം എന്തുകൊണ്ടും ഇത്രമാത്രം ശ്രേഷ്ഠ ഋഷിവര്യന്മാരും ബ്രാഹ്മണ പ്രമുഖരുമൊക്കെ ഉണ്ടായിരുന്ന അവിടെ ആ സ്ഥലം, അതായത് ദ്വൈതവനം, എന്നും വേദമന്ത്ര ഉച്ചാരണങ്ങളാൽ മുഖരിതമായിരുന്നതിനാൽ മറ്റൊരു ബ്രഹ്മലോകമാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ദ്വൈതവനത്തിൽ പാണ്ഡവരും കൂട്ടാളികളായ ഋഷിവര്യന്മാരും ഒക്കെയായി സന്തുഷ്ടമായി കഴിഞ്ഞു പോയത്. ഒരു ദിവസം പാണ്ഡവരെല്ലാവരും ദ്രൗപദിയും കൂടെ നിലാവ് ആസ്വദിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും വിധത്തിൽ യുധിഷ്ഠിര മഹാരാജാവിനെ ഒന്ന് ഉണർത്തുക, ഒന്ന് പ്രകോപിപ്പിക്കുക, ഏതെങ്കിലും വിധത്തിൽ കൗരവരോട്, അതായത് ദുര്യോധനനോട് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ഒരു പകയുണ്ടാക്കിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ സഭയിലുണ്ടായ ഏതാനും സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പാഞ്ചാലി, അതായത് ദ്രൗപദി, യുധിഷ്ഠിര മഹാരാജാവിനോട് സംസാരിച്ചു തുടങ്ങി. അല്ലയോ പ്രഭോ, നമ്മൾ ഈ വനവാസത്തിലേക്ക് പോന്നതിൽ കൗരവരിൽ ദുര്യോധനനും ദുശാസനനും കർണനും ശകുനിയും ഒഴികെ മറ്റ് ധാർത്തരാഷ്ട്രന്മാർക്ക് പോലും സഹതാപമുണ്ടായി എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അങ്ങ് ഈ വിധത്തിൽ മരവുരിയും മാൻതോലുമൊക്കെ അണിഞ്ഞ് കാനനത്തിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷിച്ചത്, അട്ടഹസിച്ചത്, ചിരിച്ചത്, ഉല്ലസിച്ചത് ഈ 4 പേരും മാത്രമാണ്. അതായത് ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, ശകുനി എന്നിവരാണ്. ബാക്കിയുള്ളവർ വളരെ അഗാധമായ ദുഃഖം കൊണ്ട് കരയുന്നതാണ് ഞാൻ കണ്ടത്. ഈ ദുര്യോധനൻ്റെ മനസ്സ്, അതായത് ഹൃദയം എന്നത് വജ്രത്തേക്കാൾ കാഠിന്യമുള്ളതാണ്. അവൻ ഒരു രീതിയിലും ദയ അർഹിക്കുന്നവനല്ല. പക്ഷേ ദുര്യോധനൻ്റെ ഇത്തരം പക പ്രവൃത്തികളും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ കണ്ടതിന് ശേഷവും അങ്ങ് ഇങ്ങനെ നിർവികാരനായിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ രത്നങ്ങളാൽ കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ അനേകം ക്ഷത്രിയന്മാരാൽ ചുറ്റപ്പെട്ട് ചക്രവർത്തിയായി വാണിരുന്ന അങ്ങ് ഈ ദർഭ വിരിച്ച കാനനത്തിലെ പുല്ലിൻ പുറത്ത് ഇരിക്കുന്നതും കിടക്കുന്നതും കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. മാത്രമോ എന്നും ചന്ദനച്ചാറ് ദേഹത്ത് പൂശി എപ്പോഴും സുഗന്ധ പരിമളത്താൽ കഴിഞ്ഞിരുന്ന അങ്ങ് ഈ കാനനത്തിലെ പൊടി തട്ടി ഈ ശരീരം അശോഭമായി കണ്ടിട്ടും
അങ്ങേക്ക് ഒരു വികാരവും ഉണ്ടാകുന്നില്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാരെ മുഴുവനും ഒറ്റയ്ക്ക് നിഗ്രഹിക്കാൻ പ്രാപ്തമായ ഭീമസേനൻ വളരെ ദുഃഖിതനായി ഈ കാനനത്തിൽ അലയുന്നത് കണ്ടിട്ടും അങ്ങേക്ക് ഒരു വികാരവും തോന്നുന്നില്ലേ? മാത്രമോ 1000 കരങ്ങളുള്ള കാർത്തിക വീരാർജുനേക്കാൾ ശക്തനായ അർജുനൻ വളരെ നിരാശനും ദുഃഖിതനുമായി ഈ കാനനത്തിൽ കണ്ടിട്ടും ഈ ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്നതിൽ, അതായത് വാൾപ്പയറ്റിൽ ഏറ്റവും പ്രഗത്ഭനായ നകുലനും ശാസ്ത്രനിപുണനും സുന്ദരനുമായ സഹദേവനും എല്ലാവരും ഈ കാനനത്തിലെ വെറും തറയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടും അങ്ങേക്ക് എന്തുകൊണ്ട് കോപമുണ്ടാകാത്തത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങയ്ക്ക് കോപം എന്ന ഒരു വികാരം തന്നെ ഇല്ലെന്നുണ്ടോ? കോപമില്ലാത്ത ക്ഷത്രിയൻ ഒരിക്കലും ക്ഷത്രിയനല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അപരനാമത്തെപ്പോലും അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ, അതായത് ആ നാമത്തെ അർത്ഥമില്ലാതാക്കാത്ത അവസ്ഥയിൽ അങ്ങ് ഇപ്പോഴും നിർവികാരനായി കഴിയുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. മാത്രവുമല്ല, ശ്രേഷ്ഠമായ ഹോമകുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായിരുന്നിട്ടും ദൃഷ്ടദ്രുമ്നൻ്റെ സഹോദരിയായിരുന്നിട്ടും പാണ്ഡുമഹാരാജാവിൻ്റെ കനിഷ്കയായിട്ടും ശ്രേഷ്ഠരായ ഈ പാണ്ഡവരുടെ പത്നിയായിട്ടും ഈ കാനനത്തിൽ ഈ വിധം ഞാനലയുന്നത് കണ്ടിട്ടും അങ്ങേക്ക് ഒരുവിധ ദുഃഖവും തോന്നുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങ് കൗരവർക്കെതിരെ ഒന്ന് കോപപ്പെടുന്നില്ല? ദുര്യോധനെതിരെ അങ്ങ് ഒരു പ്രാവശ്യം കോപപ്പെട്ടാൽ മാത്രം മതി, ധാർത്തരാഷ്ട്രന്മാർ ഉന്മൂലനം ചെയ്യപ്പെടുകയും നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ട് അങ്ങേക്കത് സംഭവിക്കുന്നില്ല? അങ്ങെപ്പോഴും ധർമ്മം ധർമ്മം എന്ന ധർമ്മത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. ഞാൻ ഒരു കാര്യം അങ്ങയെ ഓർമ്മപ്പെടുത്തുകയാണ്. ധർമ്മത്തിൽ നിന്ന് അണുയിട വ്യതിചലിക്കാതെ ജീവിച്ച അങ്ങ്, അതായത് ചക്രവർത്തി പദം ലഭിച്ചിട്ടും അല്പം പോലും അഹങ്കരിക്കുകയോ ആഹ്ലാദിക്കുകയോ ചെയ്യാത്ത അങ്ങ്, ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ടും ഒരാപത്ത് വന്ന സമയത്ത് ആ ധർമ്മം അങ്ങയെ സംരക്ഷിച്ചോ എന്ന് അങ്ങ് ഓർക്കേണ്ടതാണ്. ഒരു രീതിയിലും ധർമ്മത്തിന് പുറകെ പോവാത്ത, ധർമ്മം ആചരിക്കാത്ത, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, അധർമ്മം മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുര്യോധനാദികൾ ഇന്ന് സന്തോഷവാനന്മാരായി കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ധർമ്മം മുറുകെ പിടിച്ച് അധർമ്മം ചിന്തിക്കുക പോലും ചെയ്യാത്ത അങ്ങും, അങ്ങയോടൊപ്പം അങ്ങയുടെ ആജ്ഞാനുവർത്തികളായി അനുസരണയുള്ള കുട്ടികളെപ്പോലെ ധർമ്മം ആചരിക്കുന്ന അങ്ങയുടെ അനുജന്മാരായ പാണ്ഡവരും ഞാനും ഈ കാനനത്തിൽ ഈ വിധം വ്യസനം അനുഭവിക്കുമ്പോൾ ധർമ്മത്തിന് അങ്ങയെയും നമ്മളെയും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിനാൽ ഞാൻ ഒരു കാര്യം പറയുന്നു, അങ്ങയുടെ ധർമ്മം നമ്മെ ഈ രീതിയിൽ സംരക്ഷിക്കും എന്ന് അങ്ങ് വിശ്വസിച്ച് നിലനിൽക്കണ്ട. ഞാൻ ഒരു കാര്യം കൂടെ അങ്ങയെ ഓർമ്മപ്പെടുത്താം. അങ്ങയ്ക്കറിയാവുന്ന കഥയാണെങ്കിലും അങ്ങ് ഓർത്തു നോക്കുക. പണ്ട് ബലിചക്രവർത്തി തൻ്റെ മുത്തച്ഛനോട് ഈ വിധത്തിൽ ഒരു ചോദ്യം ചോദിച്ചു: ബലമാണോ ക്ഷമയാണോ ഏറ്റവും പ്രാധാന്യം? ഒരു രാജാവ് എപ്പോഴും അനുവർത്തിക്കേണ്ടത് ബലത്തെയാണോ ക്ഷമയെയാണോ എന്ന്. അത് കേട്ടുകഴിഞ്ഞ ദ്രുപദൻ പൗത്രനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പൗത്ര ബലി, ക്ഷമയും ശ്രേഷ്ഠമാണ്, ബലവും ശ്രേഷ്ഠമാണ്. പക്ഷേ ക്ഷമ എല്ലാ സമയത്തും ബലമോ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. ഏതേതൊക്കെ സമയങ്ങളിലാണ് ക്ഷമിക്കേണ്ടത്, ഏതേത് സമയങ്ങളിലാണ് ബലം പ്രയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു
ഉപകാരം നമുക്ക് ചെയ്ത ഏതൊരു വ്യക്തി ഒരു തെറ്റ് ചെയ്താലും അവനോട് ക്ഷമിക്കുക. ഏതൊരു വ്യക്തി ആദ്യമായി ഒരു തെറ്റ് ചെയ്താലും ആദ്യത്തെ തെറ്റ് അവനോട് പൊറുക്കുക. ഏതൊരു വ്യക്തി അറിയാതെ ഒരു തെറ്റ് ചെയ്താലും ആ തെറ്റിനോടും പൊറുക്കുക. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് പൂർണ്ണമായും ശിക്ഷ നൽകുക തന്നെ വേണം. ഒരു തെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നവനും ശിക്ഷ അർഹിക്കുന്നു. അതേപോലെ ബലപ്രയോഗം സന്ദർഭത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും മാത്രമേ ബലം പ്രയോഗിക്കാവൂ. ബലം പ്രയോഗിക്കുന്ന ആർക്കെതിരെയാണോ അവനേക്കാൾ നാം ബലവാനായിരിക്കണം. അതിന് അനുകൂലമായ സന്ദർഭം ഉണ്ടായിരിക്കണം. പൊതുജനങ്ങൾ എതിരാവാവുന്ന ഒരു സന്ദർഭത്തിലും ബലം പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള വസ്തുതകൾ എല്ലാം ഓർത്തുകൊണ്ട് വേണം ബലവും ക്ഷമയും, അതായത് സന്ദർഭോചിതമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ബലം പ്രയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ ബലം പ്രയോഗിക്കുകയും ക്ഷമ ആർജിക്കേണ്ട സന്ദർഭങ്ങളിൽ ക്ഷമ ആർജിക്കുകയും ചെയ്യണം എന്ന് ദ്രുപദൻ ചെറുമകനായ ബലിയോട് ഉപദേശിച്ച കഥ അങ്ങേക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ അങ്ങ് ദുര്യോധനോട് ക്ഷമിക്കേണ്ട സന്ദർഭമല്ല. ഒരു രീതിയിലും ക്ഷമയർഹിക്കുന്നവനല്ല ദുര്യോധനൻ. അവനെ ബലം പ്രയോഗിക്കാൻ അങ്ങയ്ക്ക് കോപമുണ്ടാവുകയാണ് ചെയ്യേണ്ടത് എന്ന്. ഇത് കേട്ട യുധിഷ്ഠിരൻ, അല്ലയോ പ്രിയതമേ ദ്രൗപദി, ദുര്യോധനെ നിഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടി മാത്രം ഞാൻ കോപമാർജിക്കണം എന്നാണ് നീ പറയുന്നതല്ലേ? നീ ഒരു കാര്യം ഓർക്കുക, ക്ഷമ എൻ്റെ കൂടപ്പുറപ്പാണ്, എന്നിൽ അലിഞ്ഞു ചേർന്നതാണ്. ഞാൻ ക്ഷമിക്കുന്നു. ദുര്യോധനന് ക്ഷമയില്ല. ദുര്യോധനന് രാജ്യം അർഹതയില്ല. ദുര്യോധനൻ രാജാവാൻ യോഗ്യനുമല്ല. പക്ഷേ ഞാൻ ഈ രാജ്യം അർഹിക്കുന്നു. ഞാൻ രാജാവാൻ യോഗ്യനുമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അവൻ ക്ഷമിക്കാതിരിക്കുന്നു. ആയതിനാൽ ഒരു കാരണവശാലും ദുര്യോധനനെ നിഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടി എനിക്ക് കോപം കൈക്കൊള്ളാൻ കഴിയില്ല. ഞാൻ ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുകയുമില്ല. ഇത് കേട്ട ദ്രൗപദി വീണ്ടും പ്രതിവചിച്ചു, അല്ലയോ മഹാരാജൻ, ഞാൻ പറഞ്ഞുവല്ലോ, അങ്ങ് ആർജിച്ച അങ്ങയുടെ ധർമ്മം അങ്ങയെ പൂർണ്ണമായും ആപത്ഘട്ടത്തിൽ അങ്ങയെ സംരക്ഷിച്ചില്ല. ആയതിനാൽ ഞാൻ ഒന്നും നനയ്ക്കുന്നു, ഒരു കാരണവശാലും ധർമ്മം കൊണ്ട് മാത്രം നാം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഓരോ മനുഷ്യനും സൽസമയവും മോശസമയവും, അതായത് ആപത്തും ആപത്തില്ലാത്ത അവസ്ഥയും ഉണ്ടാകുന്നത് അവനവൻ ഈശ്വര നിശ്ചയമാണ്. അത് മനുഷ്യ നിശ്ചയമല്ല. ഈശ്വരൻ ഏത് വിധത്തിൽ, അതായത് ഒരു പാവകളിക്കാരൻ ചരടിനാൽ വലിക്കപ്പെട്ട് എങ്ങനെ പാവ കളിക്കുന്നുവോ അതേപോലെ ഈശ്വരൻ മനുഷ്യനെ കളിപ്പിക്കുന്നു എന്ന് ഈ സന്ദർഭങ്ങൾ ഓർത്ത് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ അങ്ങ് ഒരു കാരണവശാലും അങ്ങയുടെ ധർമ്മത്തെ മാത്രം മുറുകെ പിടിച്ച് ഇങ്ങനെ നിലനിൽക്കരുത് എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നുവെന്ന്. അല്ലയോ പ്രിയതമേ ദ്രൗപദി, നീ രാജോചിതമായി നിൻ്റെ യുക്തിക്കനുസരിച്ച് നീ കാര്യങ്ങൾ സമർത്ഥമായി പറയുന്നു എന്നത് വാസ്തവമാണെങ്കിലും ഞാനൊരു കാര്യം നിന്നോട് പറയാം. നീ കാണുന്നത് പോലെയല്ല. ധർമ്മത്തിന്, നാം ചെയ്യുന്ന ഓരോ ധർമ്മപ്രവൃത്തികൾക്കും ഉടനുടൻ പ്രതിഫലം കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ധർമ്മം ഒരു കച്ചവടമായി തീരില്ലേ? ഒരു കച്ചവടക്കാരൻ താൻ ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ഉടൻ ലാഭം കിട്ടുന്നത് പോലെ ധർമ്മപ്രവൃത്തിക്കും ഉടൻ തന്നെ പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ആ പ്രവൃത്തി ധർമ്മമേ അല്ല. ഇനി ധർമ്മം നാം നിലനിർത്തേണ്ടത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ധർമ്മത്തിലൂടെ നാം ചലിക്കുന്നത് ഈ ഭൂലോകത്തുള്ള മനുഷ്യൻ്റെ ജീവിതം ഒരു കാരണവശാലും ശാശ്വതമല്ല. ഇവിടെ ദുഃഖവും സുഖവും ഇങ്ങനെ മാറി മാറി വരും. എന്നാൽ ശാശ്വതമായ സുഖത്തിൻ്റെ ലോകത്തേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയാണ് ധർമ്മം നമ്മൾ പൂർണ്ണമായും പരിപാലിച്ചു പോകുന്നത്. ശാശ്വത സുഖങ്ങളുള്ള ലോകവും ശാശ്വതമായ ദുഃഖങ്ങളുള്ള ലോകവും പലതുമുണ്ട്. പക്ഷേ ഈ ഭൂമുഖത്ത് ഇത് രണ്ടും സമ്മിശ്രമായി മാത്രമേ എപ്പോഴും ലഭിക്കാറുള്ളൂ. ആയതിനാൽ
ശാശ്വത ഉള്ള ലോകത്ത് നാം എത്തണമെങ്കിൽ അതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതായത് ധർമ്മമാകുന്ന വഞ്ചിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വത സുഖങ്ങളുള്ള ലോകത്തെത്താൻ കഴിയൂ. അതിന് മറ്റൊരു കുറുക്ക വഴിയുമില്ല. അങ്ങനെ അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയും ശാശ്വത ധർമ്മ നിലനിൽക്കുന്ന ലോകത്ത് എത്തുകയുമില്ല. അവൻ ശാശ്വതമായ ദുഃഖങ്ങളുടെ ലോകത്തായിരിക്കും എത്തുന്നത്. ആയതിനാൽ നീ ഒരു കാരണവശാലും ധർമ്മത്തെ സംശയിക്കുകയോ ഈശ്വരനെ സംശയിക്കുകയോ ചെയ്യരുത്. ധർമ്മത്തിൻ്റെ പ്രതിഫലം ഉടനുടൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. ധർമ്മത്തിന് അത് അടിസ്ഥാനമായി ശാശ്വത സുഖം ലഭിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് പോലും ഫലമില്ലാതെയില്ല. ആ ഫലങ്ങൾ ലഭിക്കേണ്ട സന്ദർഭങ്ങൾ ലഭിക്കും. പക്ഷേ ഉടൻ തന്നെ ധർമ്മത്തിൻ്റെ ഫലം ഇന്നതാണ് എന്ന് വിശ്വസിക്കുന്നതും അപ്പോഴപ്പോഴും ധർമ്മം ചെയ്യുമ്പോൾ ആ ധർമ്മത്തിൻ്റെ ഫലം ഉടൻ തന്നെ നൽകുക എന്നത് ഈശ്വരൻ്റെ കർത്തവ്യമാണ് എന്ന് നീ കണക്കാക്കുന്നതും തെറ്റാണ്. ഒരു കാരണവശാലും ഈശ്വരനെ സംശയിക്കുകയോ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യരുത് എന്ന് ദ്രൗപദിയോട് യുധിഷ്ഠിരൻ ഉപദേശിക്കുകയും, അല്ലയോ പ്രിയതമ, ഞാൻ ധർമ്മത്തെ തള്ളി പറഞ്ഞതല്ല. നമുക്കിപ്പോഴുണ്ടായ ആപൽഘട്ടങ്ങളിൽ എൻ്റെ വ്യാകുലത അങ്ങേ അറിയിച്ചതാണ്. ആ വ്യാകുലതയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിലേക്ക് വേണ്ടി അങ്ങ് ഏതെങ്കിലും രീതിയിൽ കോപപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ പറഞ്ഞതാണ്. ആയതിനാൽ അങ്ങ് എന്നോട് ക്ഷമിച്ചാലും എന്ന് ദ്രൗപദി യുധിഷ്ഠിര മഹാരാജാവിനോട് അരുളി ചെയ്യുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. തുടർ ഭാഗങ്ങളിൽ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.